അതെല്ലേ? അല്ല ഇതൊക്കെ ഫുള്ളും പൊളിച്ചിട്ടേ ചെയ്യും റോഡൊക്കെ. അതെ അതെ. ഫ്രണ്ടിൽ മുങ്ങിയല്ലേ ട്രെയിന് ഇപ്പം എൻ്റെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കണുള്ളൂ. എനിക്ക് തോന്നുന്നത് മഴ കാരണം പിടിച്ചിടുമായിരിക്കും. അതെ അതെ, നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് വണ്ടി അധികം അനുവദിക്കാത്തത്. ഇവിടെ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ. ഭയങ്കര മഴയായിരുന്നു, എങ്ങനെയൊക്കെയോ ബ്ലോക്കിൽ പെട്ട് എത്തി. ഓൺ ടൈമിലാണ് ഞാൻ എത്തിയത്, കാരണം ട്രെയിൻ വരാൻ ഒരു 10-15 മിനിറ്റ് ടൈം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് വേഗം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഞാൻ ഗൈസ്, നമ്മൾ ട്രെയിൻ മിസ്സായിട്ടൊന്നുമില്ല. നമ്മുടെ ട്രെയിൻ ഏതെന്ന് പറയണ്ടേ, ട്രെയിൻ വരാൻ പോകുന്നുള്ളൂ കേട്ടോ. നല്ല മഴയാണ്. ജിംബ് ഹംസഫറാണ്, അതായത് ഗാന്ധിധാം വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ. അതൊരു കുറച്ച് സ്പെഷ്യൽ ട്രെയിനാണ്. ഫുൾ AC കോച്ചാണ് ഇതിനകത്ത് വരുന്നത്. ജനറൽ കോച്ച് പോലും ഈ ട്രെയിനകത്തില്ല. ഓൾറെഡി ട്രെയിനകത്ത് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, റെയിൽവേ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. വേറെ യാത്രക്കാർക്ക് കയറാൻ പറ്റില്ല, റിസർവേഷൻ ചെയ്തവർക്ക്. അങ്ങനെ ഗൈസ്, നമ്മളത് ഗാന്ധിധാം എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കയറി നോക്കാം. തിരുനെൽവേലി ഗാന്ധിധാം ഹംസഫർ എക്സ്പ്രസിൽ നേരത്തെ റിസർവേഷൻ ചെയ്തിട്ടുള്ള യാത്രക്കാർ മാത്രമേ കയറാൻ പാടുള്ളൂ. കേട്ടല്ലോ ഗൈസ്, അനൗൺസ്മെൻറ്റ് കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഗൈസ് ഞാൻ അത്ഭുതകരമായി ഞാൻ ട്രെയിനിലേക്ക് കയറി. കാരണം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല, ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നില്ല. എൻ്റെ കോച്ചിൽ ഞാനല്ലാതെ ഒറ്റ മനുഷ്യന്മാരുണ്ടായിരുന്നില്ല. കാരണം ഇത് ഓൾറെഡി ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് അവൈലബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ 405 കറണ്ട് അവൈലബിലിറ്റി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒട്ടും ആളുകൾ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മഴയും കാലാവസ്ഥയുമായി സംബന്ധിച്ച് വല്ലതും ആളുകൾ ട്രെയിൻ പോകാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ ഇത് ഫുൾ AC ആയിട്ടുള്ളൊരു കോച്ചും കൂടെയാണ്. കുറച്ച് പ്രൈസ് ഹൈക്കാണ്. ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല കേട്ടോ ഗൈസ്. കറക്റ്റ് 12:50 എത്തേണ്ട ഈ ട്രെയിൻ 12:55 1 മണി ആ ടൈം 12:55 എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ ഓൺ ടൈം. അത് തിരുനെൽവേലിയിൽ വരുന്ന ട്രെയിൻ കേട്ടോ. ഇതിന് വളരെ സ്റ്റോപ്പ് കുറവാണ്. അങ്ങനെ ഗൈസ് കറക്റ്റ് 1 മണി കഴിഞ്ഞപ്പോഴേക്കും 1:05 1:08 ആയപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് മഴയായിരുന്നു, ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഞാൻ വിചാരിച്ചു ട്രെയിൻ മിസ്സാവുന്നു, പക്ഷേ നമുക്ക് രക്ഷപ്പെട്ടു. ഗൈസ്, നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പം എറണാകുളം ജംഗ്ഷൻ നമ്മൾ വടക്കോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, റൈറ്റ് സൈഡിൽ കുറേ വീടുകളും അതൊക്കെ ആയിട്ട് എങ്ങനെയല്ല അവരൊക്കെ താമസിക്കുന്നത്. അവിടെയൊക്കെ ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ വെള്ളം പോകുന്ന അവസ്ഥയാണ്. പിന്നെ ഗൈസ്, ഇതേ ട്രെയിൻ വളരെ സ്ലോയിലാട്ടോ പോകുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ മഴ തന്നെയായിരിക്കാം. കാരണം നല്ല മഴയാണ് ഇപ്പോൾ എറണാകുളത്ത് പെയ്തത്. ഞാൻ പോകുന്ന ദിവസം, ഇന്നിപ്പോൾ വ്ളോഗ് എടുക്കുന്ന ദിവസം തേഴ്സ്ഡേ ആണ് കേട്ടോ. തേഴ്സ്ഡേ കഴിഞ്ഞ ദിവസം വരെ നല്ല വെയിലായിരുന്നു, ഒരാഴ്ച അടുപ്പിച്ച്. പെട്ടെന്ന് ഞാൻ എന്ന് യാത്ര പോകുന്നു അന്ന് മഴയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഗൈസ്, ഞാൻ അപ്പുറത്തെ ബോഗി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ട്രെയിൻ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബോഗിയിൽ മാത്രമല്ല ആൾക്കാർ കുറവ്, ആ ട്രെയിനിൽ മൊത്തത്തിൽ ആളുകൾ കുറവാണ്. നോക്കിയേ ഗൈസ്, കണ്ടോ, ആളുകളില്ല കേട്ടോ ഇതിനകത്തൊന്നും. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊരു 3, 4, 5 പേര് മാത്രമാണെന്നല്ലാതെ. ഗൈസ് ഇത് കണ്ടോ, ഞാൻ കറണ്ട് അവൈലബിലിറ്റി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. 405 കറണ്ട് അവൈലബിലിറ്റി, അതായത് 405 സീറ്റ് അവൈലബിൾ ആണ് ഈ ട്രെയിൻ. അത് ഇനിയും കൂടുതൽ അവൈലബിൾ ആയിരിക്കും. പക്ഷേ അതായത് ബോർഡിങ്, അതായത് ഒറിജിൻ ടു ബോർഡിംഗ് എന്ന് നോക്കിയിട്ട് അവർ ടിക്കറ്റ് കറണ്ട് അവൈലബിലിറ്റി നോക്കുകയുള്ളൂ. ഇതിപ്പോൾ ഗാന്ധിധാം വരെ ബുക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ കറണ്ട് അവൈലബിലിറ്റി കാണിക്കും അവിടേക്ക് ഡെസ്റ്റിനേഷൻ വെച്ച് കഴിഞ്ഞാൽ. അതിന് ഗൈസ്, നമ്മുടെ ട്രെയിൻ കുറച്ച് ഫാസ്റ്റപ്പ് ആയിട്ടോ. എനിക്ക് തോന്നുന്നൊരു ചില സ്ഥലത്ത് സിഗ്നൽ കെടുന്നായിരുന്നു, പിന്നെ എന്നാലും പോയി. കാരണം അതിശക്തമായ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെയായിരുന്നു. കാരണം എറണാകുളത്ത് പെയ്ത് കൂട്ടിയത് ഒരു 1.5 മണിക്കൂർ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. രാവിലെ വരെ വെയിലുണ്ടായിരുന്നത്. ഇത്രയും പെട്ടെന്നൊരു മഴ ആരും പ്രതീക്ഷിച്ചില്ല. അതെന്ന് തോന്നുന്നു പെട്ടെന്ന് ബ്ലോക്കായത്. ഇത് കണ്ടോ ഗൈസ്, ആലുവ കേട്ടോ, പെരിയാർ വെള്ളം, പെരിയാർ പുഴ, നമ്മുടെ ആലുവ ബ്രിഡ്ജാണ്. ഞാനതുവരെ സൂം ചെയ്താണേ. ആലുവയിൽ അത്ര വെള്ളമൊന്നുമില്ല, പക്ഷെ എന്നാലും വെള്ളം നിറഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വെള്ളമൊക്കെ ആലുവ ബ്രിഡ്ജിനകത്തുണ്ട്. ഗൈസ്, നമ്മൾ പെട്ടെന്നുള്ള യാത്ര കൊണ്ട് ഞാൻ ഫുഡൊന്നും ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഈ ട്രെയിനിൽ ഇങ്ങനെ വിൽക്കാൻ പോകുന്ന ആളുകളുടെ അടുത്ത് നിന്ന് ഒരു ജ്യൂസ് മേടിച്ചു. ആ ഒരു മിൽക്ക് ഷേക്ക് എന്തോ കേട്ടോ. അപ്പോൾ ഞാൻ ബദാം മിൽക്ക് ഷേക്ക് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അവിടെയാണ് മാനുഫാക്ചറിങ് പ്ലേസ് നോക്കിയപ്പോൾ മുംബൈ ബേസ്. അതായത് നമ്മൾ ഈ ട്രെയിൻ നോർത്തിലേക്ക് പോകുന്ന ട്രെയിനാണെങ്കിൽ എല്ലാം അവിടുന്ന് നോർത്തിലേക്കുള്ള ഫുഡും കേട്ടോ കംപ്ലീറ്റ് ട്രെയിനിൽ കിട്ടുന്നത്.
പിന്നെ ഗൈസ് ദേ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ എത്തിയപ്പോൾ തന്നെ ദേ എന്താ പറയുക, ആളുകൾ തൃശ്ശൂരിൽ നിന്നും കയറിയില്ല. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോഴേക്കും ടൈം 2 മണി 2:15 അപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി മേടിക്കാൻ. ബിരിയാണി മേടിച്ച് കഴിച്ചോട്ടോ, കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മുമ്പ് ഇതുപോലെ ഒരു ട്രെയിനിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഒരു ഹിന്ദിക്കാരൻ വർക്കർ അവിടെ ട്രെയിനിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നൊരു ഹിന്ദിക്കാരൻ എന്നോട് പറഞ്ഞാണ് ആ ട്രെയിനിലെ ബിരിയാണി അവർ വിൽക്കാൻ കൊണ്ടുവരുന്ന ഈ കാറ്ററിംഗ് വിൽക്കാൻ കൊണ്ടുവരുന്നവരെ കഴിക്കില്ല എന്ന്. അപ്പം നമ്മളെ അവസ്ഥ വാങ്ങിച്ച് കഴിക്കാനുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ വാങ്ങിച്ച് ഫുഡ് കഴിക്കുന്നത് നിർത്തി. പിന്നെ ഗൈസ് നമ്മൾ ഈ ഷൊർണൂർ എത്താറായി കഴിഞ്ഞാൽ തൃശ്ശൂർ, അതായത് തൃശ്ശൂർ റെയിൽവേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷൊർണൂരേക്ക് എത്തുന്ന കുറേ ഒരു ട്രാക്ക് ഉണ്ട്. അത് അടിപൊളി ട്രാക്ക് കേട്ടോ. അതേ ഗൈസ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെയൊക്കെ ഫുൾ മഞ്ഞാണ്. കാരണം മഴയായിട്ട് ഭയങ്കര അതാണെന്ന് തോന്നുന്നു. കാരണം ഈ സമയത്ത് മഞ്ഞ് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു മിറാക്കിളായിട്ട് തോന്നി. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സൂം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് ആ മലയുടെ മേലെ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ നന്നായിട്ട് സൂം ചെയ്യുന്നുണ്ട്. മാക്സിമം 25x സൂം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നിളാതീരം, അതായത് ഭാരതപ്പുഴ എത്തുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയുക, നമ്മൾ വേനൽക്കാലത്ത് ഈ ട്രെയിൻ കൂടെ പോകുമ്പം വെള്ളം വളരെ കുറവായിരിക്കും. അതായത് മണല കാണുന്നത് കൂടുതലും അല്ലേ. പക്ഷേ ഇപ്പം മഴക്കാലത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഭാരതപ്പുഴ, അതായത് നിറഞ്ഞ് നല്ല നീരൊഴുക്കായിട്ട് കാണുന്നത്. അതുതന്നെ ഒരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ മെല്ലെ ഷൊർണൂർ റീച്ച് ചെയ്യാറായിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്നും വലിയ ആളുകളൊന്നും ഈ ട്രെയിനിൽ കയറിയില്ല കേട്ടോ. ഞാൻ ഇവിടുന്നാണ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കയറിയത്. അതേപോലത്തെ സെയിം കണ്ടീഷനിലായിരുന്നു ഷൊർണൂരും. ഇത് വേറൊരു കാര്യമുണ്ട്, ഇതിന് വളരെ ലിമിറ്റഡ് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. എറണാകുളത്ത് കഴിഞ്ഞപ്പം തൃശ്ശൂർ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ ഷൊർണൂർ, പിന്നെ നേരെ ഇത് കോഴിക്കോട് നിർത്തുക. ആകെ 2 സ്റ്റോപ്പ് അതിൻ്റെ ഇടയ്ക്കുള്ളൂ. കാരണം സൂപ്പർ ഫാസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. അതുപോലെ ഈ VIP അങ്ങനത്തെ ആളുകളൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിനും കൂടിയാട്ടോ അത്. നമ്മുടെ ഈ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, നമ്മുടെ ട്രെയിനിൻ്റെ പേര് എന്തായിരുന്നു, രാജധാനി എക്സ്പ്രസ് പോലെ ഒരു സ്പെഷ്യൽ, അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പെഷ്യൽ ട്രെയിൻ. അത് ഗൈസ് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഷൂട്ട് ചെയ്താൽ കേട്ടോ. ഇത് നോക്കിയ ഗൈസ്, നിങ്ങൾ ഏതോ ഒരു ഗുഡ്സ് ട്രെയിൻ പൈപ്പ് എന്തോ കെട്ടി വെച്ച് കൊണ്ടുപോകുന്നതാണിത്. പിന്നെ ഗൈസ് നമ്മളിത് അവിടുന്ന് ഷൊർണൂരിന് എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്നായതുകൊണ്ട് തന്നെ ഞാനൊരു ഭയങ്കര ഹറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ടോക്ക് ചെയ്യാൻ കൂടി കഴിഞ്ഞില്ല. അതാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ചിലപ്പോൾ ശരിയായില്ലെന്ന് വരും. പിന്നെ ഗൈസ് 4 മണിയായിട്ടുണ്ട്, 4:01 ഇത് ശരിക്കും 4:35 കോഴിക്കോട് റെയിൽവേ തന്നെ. അങ്ങനെ ഗൈസ് 4:50 5 മണിയാകുമ്പോഴേക്കും നമ്മുടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം കോഴിക്കോട്. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.